നമസ്കാരം. ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കാമെന്ന് കരുതിയപ്പോൾ പത്മ കഫേയിലേക്ക് വന്നിട്ടാണുള്ളത്. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ ഈ അടുത്തിടയ്ക്കായി ചങ്ങനാശ്ശേരി പെരുന്നയിൽ തുടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് പത്മ കഫേ. NSSൻ്റെ 6ാമത്തെ പത്മ കഫേ ആണെന്ന് തോന്നുന്നു ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അടൂര്, പത്തനംതിട്ട, കൊട്ടാരക്കര, ചേർത്തല, ആലുവ ഇവിടെയൊക്കെ പത്മ കഫേ ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഇലക്ട്രിക് കാറുകൾ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഈ പത്മ കഫയ്ക്ക് പത്മ എന്ന പേര് വരാൻ കാര്യം മന്നത്ത് പത്മനാഭൻ പിള്ളയുടെ പേരിൽ നിന്നാണ് ഇവർ പത്മ എന്നുള്ള ആ ഒരു വേർഡ് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. NSSൻ്റെ മേൽനോട്ടത്തിൽ മന്നം സൊസൈറ്റിയുടെ കീഴിലാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനം. കൂടുതലായും ഇവിടെ ലേഡി സ്റ്റാഫുകളാണ് കൂടുതലായും ഉള്ളത്. കാരണം NSSൻ്റെ വനിതകൾക്കൊരു തൊഴിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെ ഒരു പ്രധാനമായും കാണുന്നതാണ് പറയുന്നത്. ഇവിടുത്തെ ഫുഡിനൊക്കെ നല്ല അഭിപ്രായമാണ്. ഞങ്ങളിതിനു മുമ്പ് ഒരു തവണ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ വന്നപ്പോൾ എന്നാൽ നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നല്ല ചായ, ചെറുകടികൾ, ഫ്രഷ് ജ്യൂസ്, ഐസ്ക്രീം, ഒരു പ്രത്യേകം കൗണ്ടർ ഇവിടെ കാണാം. ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, നല്ല രീതിയിൽ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഫാമിലിക്ക് സെപ്പറേറ്റ് ഏതാണ്ട് ഒരു 10-50 പേർക്ക് ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഇവിടെ. AC, non-AC അങ്ങനെ സെപ്പറേറ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല വൃത്തിയുണ്ട്. എപ്പോഴും ചേച്ചിമാരിവിടെ ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഊണ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ വാഴയിലയിലാണ് നമ്മൾ ഊണ് കഴിക്കുന്നത്. നല്ല വൃത്തിയുള്ള വാഴയില വന്നു. ഉപ്പ്, നെല്ലിക്ക അച്ചാറാണ്, ഇഞ്ചി അച്ചാറ്, ബീട്രൂട്ട് പച്ചടി, നമ്മുടെ തീയൽ കറിയാണ്, തീയൽ കറി, അവിയൽ, അടുത്തതായിട്ട് ശർക്കര വരട്ടി, ചിപ്സ് വന്നിട്ടുണ്ട്, തോരൻ വന്നു, പാവയ്ക്ക വറുത്തതുണ്ട്, പപ്പടം, ഇനി അടുത്തതായിട്ട് ചോറ്, അടുത്തതായിട്ട് ഇനി പരിപ്പാണ് വരാനുള്ളത്. പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, പച്ചമോര് ഇതൊക്കെ ഉണ്ട്. 1 by 1 ആയിട്ട് വരുന്നതായിരിക്കും. എടുത്തു പറയേണ്ട കാര്യം, നല്ല വൃത്തിയിൽ ഗ്ലൗസൊക്കെ ഇട്ട് ആണ് ഇവർ സെർവ് ചെയ്യുന്നത്. സാമ്പാർ, പുളിശ്ശേരി, രസമൊക്കെ നല്ലതായിരുന്നു. ഈ രസമൊക്കെ അസാധ്യം, നല്ല കുരുമുളകൊക്കെ പൊടിച്ചിട്ടിട്ട് മല്ലിയിലയിൽ ആ ഉള്ള ടേസ്റ്റും നല്ല സൂപ്പറായിരുന്നു രസമൊക്കെ. അപ്പോൾ അങ്ങനെ ഊണിനൊപ്പം ഒരു അടപ്രഥമൻ കൂടി കിട്ടിയപ്പോൾ സൂപ്പർ.